ഇതും വാൻഡർ തന്നെയാണ് 2014 മോഡൽ. 2014 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, പഴയ കെ സീരീസ് മോഡലാണ്. LXi ആണ്. 2018 വാൻഡറാണ്. ഇത് VXi ആണ് വണ്ടിയാണ്. 2018 VXi. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 35,000 കിലോമീറ്ററാണ്. 2015 വാൻഡറാണ്. ഇതും VXi ആണ് വണ്ടി കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ഇതെല്ലാം വരുന്നതാണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ബലനയിൽ നിന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ആൽഫ 2021 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഇതും ഡിസൈർ തന്നെയാണ്, പെട്രോൾ വണ്ടി തന്നെയാണ്. 2016 മോഡൽ. 16 VXi തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറുണ്ട്. ഇത് കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് നേരത്തെ നമ്മൾ വാൻഡർ ഓട്ടോമാറ്റിക് ആയിരുന്നു നേരത്തെ നോക്കിയത്. ഇപ്പോൾ കേട്ടൺ ഓട്ടോമാറ്റിക് 2015 മോഡൽ തന്നെയാണ് വണ്ടി. ഇത് ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ട്രൂ വാലിയിലാണ് വന്നേക്കുന്നത്. മേവറത്തുള്ള ട്രൂ വാലിയിലാണ് വന്നേക്കുന്നത്. എന്താ ബാക്കി യൂട്യൂബേഴ്സ് ആരും വരാത്തതും എന്നാൽ സനൂപ് സ്ഥിരം എന്തിനാണ് സനൂപ് ഇങ്ങനെ എല്ലാ ട്രൂ വാലിൻ്റെ ഷോപ്പിൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ, ട്രൂ വാലിയിലുള്ളവർ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ വീഡിയോ തരാൻ തയ്യാറാണ്. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് വേണമല്ലോ. പിന്നെ ഇവിടുന്ന് ഒരു വണ്ടി ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ അയാൾക്കൊരു ഉപകാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ട്രൂ വാലിയും വരുന്നത്. അപ്പോൾ ട്രൂ വാലിയിലുള്ളവർക്കും ട്രൂ വാലി നോക്കുന്നവർക്കും വണ്ടിയൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇത്തവണ വന്നേക്കുന്നത് പറഞ്ഞാലേ ചെറുതും വലുതുമായ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് നോക്കിയേ, ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. നല്ല പ്രൈസ് ഉള്ളതുകൊണ്ട്, നല്ല പ്രൈസ് പറഞ്ഞാൽ അറിയാമല്ലോ ട്രൂ വാലിൻ്റെ ഒരു പ്രൈസ്, ആ പ്രൈസിലുള്ളത് കൊണ്ട് കുറഞ്ഞതുകൊണ്ട് എന്നുള്ള രീതിയുണ്ട്. പിന്നെ നിങ്ങൾ ഈ ട്രൂ വാലിയിലാണ് ഭയങ്കര പൈസ എന്ന് പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. ഞാൻ ചിലയിടത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ട്രൂ വാലി പറഞ്ഞതിനേക്കാളും പൈസ അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ട്രൂ വാലിനൊക്കെ കാശ് വാങ്ങിക്കുന്ന ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ട്രൂ വാലിയുടെ വീഡിയോ എടുത്തുകൂടാ? ഏത് മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രൂ വാലിയുടെ വീഡിയോ എടുക്കുന്നു. ഓക്കെ, അപ്പം അതിലാർക്കും ഒരു നീരസം വേണ്ട. അപ്പോൾ ഇനി നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രൂ വാലിയിൽ നിന്ന് വണ്ടി എടുക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കാണാനും വീഡിയോ വേണോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതാ പുതിയ വണ്ടി ഇറങ്ങാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ഇത്രയൊക്കെ ആൾക്കാർ ചീത്ത വിളിച്ചിട്ടും വെച്ചിട്ട് പോടാ അങ്ങനെ പല തെറികൾ വിളിച്ചിട്ട് പോലും എനിക്ക് വേണ്ടി വീഡിയോ തരാൻ വരികയും ആ വലിയൊരു മനസ്സിനെ ഞാൻ ഹാർദവമായി സ്വീകരിക്കുകയാണ്. അപ്പം നമ്മളെ വിഷ്ണു സുധി, ഇദ്ദേഹമാണ് ആ പാവം മനുഷ്യൻ. വിഷ്ണു, നമ്മളെ സ്ഥാപനം എവിടെയാണെന്ന് പറയുന്നുണ്ടോ? ഓൾറെഡി ഇപ്പം ഒരുപാട് വീഡിയോ ആയില്ലേ, ഏകദേശം ഒരു ഐഡിയ കാണും. എങ്കിലും പറയാൻ കുഴപ്പമില്ല. ഇപ്പം കൊട്ടിയത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൊട്ടിയത്ത് നിന്ന് മേവറത്ത് ബൈപ്പാസ് റോഡ്, ആ ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ് ബൈപ്പാസ് കയറുമ്പോൾ തന്നെ ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് തന്നെ റൈറ്റ് സൈഡ് തന്നെ കാണാം. അതായത് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തണ്ട, അതിന് മുമ്പായിട്ട്. പിന്നെ ഇപ്പം വൈറ്റിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ ഇവിടെ കിടക്കുക നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി? ഏറ്റവും കുറഞ്ഞ വിലയുള്ള വണ്ടി ഏതാ? കുറഞ്ഞ വണ്ടി ഇപ്പം ഓൾറെഡി ഇപ്പം സ്റ്റോക്കുകൾ കുറവാണ്. ഇപ്പം ഓണത്തിന്റെ സെയിലുകൾ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നത് അല്ല, വലിയ ബഡ്ജറ്റ് വണ്ടി പറഞ്ഞ ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറവാണ്. അല്ല, നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാം. ഇടത്തരവും അങ്ങനെയുള്ള രീതി കാണിക്കാം. തീരെ അങ്ങ് ലോ ബഡ്ജറ്റ് ഉള്ള വണ്ടികൾ കുറവാണ്. എന്നാലും എത്രയല്ലേ തുടക്കം? ഇപ്പൊ തുടക്കം 2010 ഓൾട്ടോ കിടപ്പുണ്ട്. 1.5 റേഞ്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോഴേ എന്നോട് 1-2 പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. നമ്മളെ ഇൻഡസ് ഡിക്സന്റെ വീഡിയോ ചെയ്തപ്പം കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വാഗണറിൻ്റെ വീഡിയോ മാത്രമായിട്ട് ചെയ്യാൻ. അത് മാത്രമായിട്ട് ചെയ്യാനുള്ള വണ്ടികളില്ല, പക്ഷേ എന്നാലും ഒരു 5-6 വാഗണറുണ്ട്. അതിൽ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി അടക്കമുള്ള വാഗണേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വാഗണറിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഓട്ടോമാറ്റിക് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഓട്ടോമാറ്റിക് വാഗണറാണ്. 2020 മോഡലാണ്. 2020 ഇത് 1.2 ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ ഇതെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 48,000 കിലോമീറ്റർ ആണ്. 48 നമുക്ക് 1 വർഷത്തെ വാറണ്ടി സർവീസ് എല്ലാം വരുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇല്ല വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല, വേറെ ഒന്നുമില്ല. വണ്ടി ക്ലീൻ ആണ്. വേറെ റീപെയിന്റിങ്ങോ കാര്യങ്ങളോ അങ്ങനൊന്നും വലുതായിട്ടൊന്നും വന്നിട്ടില്ല. കൊച്ചു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്ന സീറ്റ് കവർ. ടയറൊക്കെ ആവറേജ്, പക്ഷെ ബാക്ക് ടയർ ഈ പറഞ്ഞ 47 അല്ലേ? ഫസ്റ്റ് ടയർ തന്നെയാണ്, കമ്പനി ടയർ തന്നെ, മാറിയിട്ടൊന്നുമില്ല. അതെനിക്ക് തോന്നി. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദ്യം എത്ര? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 595. 595. ഇറങ്ങിയപ്പോൾ ഇതിന് എന്തുണ്ടായിരുന്നു വില? പുതിയ വണ്ടിക്ക് 7.5 മേളിൽ വിലയുണ്ടല്ലോ. ഓട്ടോമാറ്റിക്കിന് പൊതുവെ വില കൂടുതലാണ്. മാനുവൽ ബേസ് വില കൂടുതലാണ്. 7.5 മേളിൽ വിലയുണ്ട്. ഇതിപ്പോൾ നമുക്ക് 595 പ്രൈസ് ഇട്ടേക്കുന്ന അതിന് ചെറിയ ഡിസ്കൗണ്ട് വരും. ഈ പറയുന്നത് ഫിക്സഡ് റേറ്റ് അല്ല, ചെറിയ ഡിസ്കൗണ്ട് വരും.
വണ്ടി വന്ന് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഒരു 75 രൂപ റേഞ്ചൊക്കെ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോണും കിട്ടും. 5 വർഷം? 5 വർഷത്തേക്ക് കിട്ടും. ഇതും വാൻഡർ തന്നെയാണ്, 2014 മോഡൽ. 2014 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, പഴയ കെ സീരീസ് മോഡലാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ മാത്രമേ വരത്തുള്ളൂ. കിലോമീറ്റർ വരുമ്പോൾ 70,000 കിലോമീറ്റർ കേട്ടോ. 70,000 കിലോമീറ്റർ 70,000. പ്രൈസ് വരുമ്പോഴത്തേക്കും 340 വരും. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ സ്ക്രാച്ച് ഒക്കെ ചെന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിമായിട്ടിരിക്കുക, അതൊക്കെ ഫുൾ വർക്ക് ചെയ്തേ തരത്തുള്ളൂ, എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരത്തുള്ളൂ. ഏത് വർഷമായിരുന്നു? 2014 മോഡൽ. 14 LXI ആണ്. LXI 2 ഡോർ പവർ ഉണ്ട്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. അത് അഡീഷണലി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്യുന്നത്, സീറ്റ് കവർ എല്ലാം ഫ്ലോർ മാറ്റിംഗ് ഇതെല്ലാം അഡീഷൻ ചെയ്തേക്കുന്നത്. ടയർ ഭാഗം കുഴപ്പമില്ല, ടയറെല്ലാം നല്ല ടയറാണ്. പിന്നെ പ്രസന്റ് കണ്ടീഷൻ നോക്കേണ്ട, വണ്ടി വൃത്തിയാക്കി വണ്ടി തരത്തുള്ളൂ. എത്ര ചോദിച്ചേ? 3? ഇത് 340 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇതിന് നമുക്കൊരു 60 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇതും മാക്സിമം 4 വർഷം എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. 5 വർഷം നമുക്ക് നോക്കാം ലോൺ കിട്ടുന്നത്. 2018 വാൻഡർ ആണ്. ഇത് VXI ആണ് വണ്ടിയാണ്. 2018 VXI. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 35,000 കിലോമീറ്റർ ആണ്. 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ. VXI ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ അഡീഷണൽ ഇൻബിൽറ്റ് വരുന്നതാണ്. പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്യുന്നത്, സീറ്റ് കവർ ഫ്ലോർ മാറ്റ് അഡീഷണൽ ചെയ്യുന്നത്. ഇത് വണ്ടി ക്വാളിറ്റി, ഇത് നമുക്ക് വാറണ്ടി വരുന്ന വണ്ടി, 6 മാസം വാറണ്ടി വരുന്നുണ്ട്. 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ 35,000 കിലോമീറ്റർ വരുമ്പോൾ കമ്പനി ഇത് തന്നെ കിടക്കുന്നത്. ഫസ്റ്റ് ടയർ ചേഞ്ച് ചെയ്യുന്നില്ല, ടയറൊക്കെ ഇച്ചിരി ഇതാണ്. ടയർ പോലെ സംസാരിക്കും. ഫ്രണ്ട് കിടക്കുന്ന നല്ല ടയറാ, ബാക്കിലത്തെ ആവറേജാ. എത്ര ചോദ്യം? ഇത് 455. 2018 മോഡൽ. ഫ്രണ്ടിലെ പുതിയ ടയറാ, ബാക്കിൽ കിടക്കുന്ന ആവറേജാ. കമ്പനി ടയർ. ബാക്കിലത്തെ 2 ടയർ മാറി കൊടുക്കൂ. അത് നോക്കാം. ടയർ മാറി കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കുറച്ച് കൊടുക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വേറെ അപകടങ്ങളൊന്നും ഇല്ല, വേറെ അതിനകത്ത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ ആയിരിക്കും തരുന്നത്. 2011 വേണ്ട. 2011 ആകുമ്പോഴത്തേക്ക് 26 ടെസ്റ്റ് വരും. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. 26 ടെസ്റ്റ് ഉണ്ട്. 26 ടെസ്റ്റ് വരും. ഇത് കിലോമീറ്റർ പിന്നെ 96 റേഞ്ച് ഓടിയിട്ടുണ്ട്. 85 റേഞ്ച് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇച്ചിരി ഈ ഒരു കളർ ആയതുകൊണ്ട് ഇത്രയും പഴകിയ വണ്ടിയല്ലേ, 2011 അതിൻ്റെതായ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെല്ലാം ക്ലിയർ ആക്കി തരത്തുള്ളൂ. വർക്കെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തരത്തുള്ളൂ. മെക്കാനിക്കലി ആണെങ്കിലും പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി ആയിരിക്കും. ഈ ഇത്രയും പഴയ വണ്ടി ആകുമ്പോഴേ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഇല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇപ്പം മാരുതി വണ്ടിയല്ലേ, ഇപ്പം വർക്ക് മെക്കാനിക്കലി ഫുള്ള് വർക്ക് ചെയ്തിട്ടായിരിക്കും. വണ്ടി ഇവിടെ എടുത്തിട്ടേക്കാനല്ലല്ലോ, നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ എടുക്കുന്നത്. എഞ്ചിൻ പണിയാൻ വേണ്ടി നമ്മൾ എടുക്കത്തില്ല. AC കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. അതല്ല, ഫുൾ സർവീസ് ആയിട്ട് തരത്തുള്ളൂ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 235. ഇത് പിന്നെ 2011 ആണ്. 2 വർഷത്തേക്ക് മാക്സിമം നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ എത്ര രൂപ ഇറക്കാം? ഇത് ഒരു 60 രൂപ 70 രൂപ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. പിന്നെ 2 വർഷം കിട്ടത്തുള്ളൂ മാത്രം. 2015 വാൻഡർ ആണ്. ഇതും VXI ആണ് വണ്ടി കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ അതെല്ലാം വരുന്നതാണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 77 റേഞ്ച് ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ. സോറി, 67,000 കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെ, അതിനകത്ത് വേറെ ഒന്നുമില്ല. 2015 മോഡലാണ്. അത് പിന്നെ വാറണ്ടി കാര്യങ്ങളൊന്നും വരത്തില്ല. ടച്ചിങ് വർക്കെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തരും. എല്ലാം വന്ന കണ്ടീഷന് കിടന്ന വണ്ടികളാണ്. വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. പെയിൻറ്റിംഗ് വർക്കാണെങ്കിലും മെക്കാനിക്കലി ആണെങ്കിലും ഫുൾ വർക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 365 വരും. ഇത് 3 രൂപ നമുക്ക് ലോൺ കിട്ടും. 65 രൂപ. ബാക്കി 5 വർഷത്തേക്ക് ലോൺ കിട്ടും. ഇതും വാൻഡർ തന്നെയാണ്. 2010 മോഡലാണ്. 2010 വരുമ്പോൾ അടുത്ത വർഷം ടെസ്റ്റ് വരും. 2025 ടെസ്റ്റ് വരും. ഇതാകുമ്പോൾ കിലോമീറ്റർ കുറവാട്ടോ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്ററെല്ലാം ജെന്യൂനാ. നമ്മൾ ഹിസ്റ്ററി നോക്കിയില്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. പിന്നെ അതിനകത്തും LXI AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ. പിന്നെ സ്റ്റീരിയോയും സീറ്റോറൊക്കെ അഡീഷൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ പോലും പെട്ടെന്ന് എടുത്ത് അറിയും. അതൊക്കെ ടയർ കുറവാ. അതൊക്കെ നമ്മൾ നോക്കാം. പ്രൈസ് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇട്ടേക്കുന്നത് 2.4 225 പ്രൈസ് ഇട്ടേക്കുന്നത്. ചൂടി താക്കൂ പ്രൈസ് നോക്കാം നമുക്കത്. ഒന്ന് ടയർ മാറി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് കുറച്ച് കൊടുക്കാം. ഫുള്ള് വർക്ക് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരും. വണ്ടി നോക്കട്ടെ, വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ടെല്ലാം പറയാൻ പറ്റുന്നു. വണ്ടിക്ക് അത് വീഡിയോക്കകത്ത് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ പിന്നെ ബാർഗനിങ് വരുന്നു. നമുക്ക് ഒരുപാട് വലിയൊരു ബാർഗനിങ് വരുന്നില്ല. അതുകൊണ്ടാണ് 2.25 പക്ഷേ ഇത് 2010 വണ്ടിയാണ്. ഫിനാൻസ് പാടായിരിക്കും. 10 11 തൊട്ടാണ് ഫിനാൻസ് കിട്ടുന്നത്. ഇത് എക്സ്പ്രസോ 2021 മോഡൽ. എക്സ്പ്രസോയും വാഗണറും അല്ല, സെയിം എഞ്ചിൻ തന്നെയാണ്. 1000cc ആണ് വരുന്നത്. ഇത് VXI AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ നോർമലി വരത്തുള്ളൂ. അത് ഫുൾ ഓപ്ഷൻ ആയാലും VXI പ്ലസ് ആണ് ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. അതിനകത്താണെങ്കിലും ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ മാത്രമേ വരത്തുള്ളൂ. അല്ല, അതെന്തൊരു പരിപാടി? ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 4 ഡോർ പവർ അല്ല. ഈ ഒരു മോഡലിനകത്തെല്ലാം ഇപ്പോൾ കേട്ടണ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും വാഗൺ റോട്ടുള്ള മേലോട്ടുള്ള വണ്ടികൾക്ക് മാത്രമാണ് ഈ 4 ഡോർ പവറിൻ്റെ വന്നു തുടങ്ങിയത്. അതിന് മുന്നേയുള്ള വണ്ടി ഫ്രണ്ട് 2 ഡോർ മാത്രമേ വരത്തുള്ളൂ.
എന്തായാലും ഇത് വാങ്ങിക്കുന്ന പൈസ ഇല്ലേ തരുന്നേ? ഏതാ അപ്പോൾ മാരുതിയുടെ ഓരോ ഫീച്ചേഴ്സ് അല്ലേ ഇത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുമോ? ഫീച്ചറായി പോയി. കിലോമീറ്റർ ഒക്കെ എന്തോ? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 22,000 കിലോമീറ്റർ. ആ ഫസ്റ്റ് ടയർ തന്നെ അടക്കണം. 22,000 കിലോമീറ്റർ കമ്പനി ടയർ തന്നെയാണ്. ഇത് പ്രൈസ് വരുമ്പോൾ 455. ഇതൊരു 4 രൂപ ലോൺ കിട്ടും. 55 രൂപ റേഞ്ച്, 50 രൂപ 55 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ കിട്ടും. പിന്നെ ഇതും വന്ന കണ്ടീഷനിൽ കിടക്കുന്നതാണ്. ഫുൾ സർവീസ് ചെയ്ത് വൃത്തിയാക്കി വണ്ടി എടുത്തോളൂ. ഡെലിവറിക്കകത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡെലിവറി ഉണ്ടെന്ന് അതും കൂടെ കാണിക്കാം. വണ്ടി ആ കണ്ടീഷൻ നമുക്ക് കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ എൻ്റെ വകയായിട്ട് കാണിച്ചത്. ഇനി അല്ല, ഡെലിവറി നമ്മൾ വണ്ടി കണ്ടില്ലല്ലോ. വണ്ടി ഡെലിവറി മാത്രമേ കണ്ടോളൂ. അല്ലാതെ നമുക്ക് വണ്ടിയൊന്നും കണ്ടില്ലല്ലോ. ആ ഡെലിവറി കൊടുത്തത് വണ്ടി കൂടെ കാണിച്ചു. അപ്പോഴേ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ കണ്ടീഷൻ. ഓ ഭയങ്കര. 2022 സെലീരിയോ 2022 മോഡലാണ്. 22 ZX ആണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 24,000 കിലോമീറ്റർ. LXi എന്നല്ലേ പറഞ്ഞേ? അല്ല, ZX ഫുൾ ഓപ്ഷൻ. ZX ആണ്. ZX പ്ലസ് ആണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നത്. ZX ഈ സീറ്റ് കവറൊക്കെ കമ്പനി വന്നപ്പോഴേ ഉള്ളതാണോ? ഇത് കമ്പനി സീറ്റ് കവറാ. കമ്പനി തന്നെയാണ്. അതായത് കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്നത് കമ്പനി സീറ്റ് കവർ തന്നെ അഡീഷൻ ചെയ്തേക്കുന്നത്. ഈ ടയറൊക്കെ ആവശ്യത്തിനുണ്ട്. എത്ര സ്റ്റീരിയോ ആണെങ്കിൽ പോലും കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്നത്. ആൻഡ്രോയിഡ് മോഡൽ സ്റ്റീരിയോ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 5.25. ആൻഡ്രോയിഡ് ഹിസ്റ്ററി ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. LXi ആണോ അതോ വേറെ ആണോ? ZX ആണ്. പക്ഷേ ആ സ്റ്റീരിയോ ഇതിനകത്ത് നോർമൽ സ്റ്റീരിയോ വരുന്നത്. പക്ഷേ ഇതിനകത്ത് കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്ന സ്റ്റീരിയോ അത്. ഇത് 5.25 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇതും ഒരു 5 രൂപ ലോൺ കിട്ടും. 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. നമ്മുടെ മാരുതിയുടെ പ്രീമിയം കാറാണ് ഇപ്പോഴത്തെ സിയാസ്. 2015 മോഡലാണ്. 2015 ZX പ്ലസ് ആണ്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പെട്രോളാണ്. 4 പവറിൻ്റെ വരും. പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 52,000 കിലോമീറ്റർ. 52,000 കിലോമീറ്റർ തന്നെ സെക്കൻഡ് ഓണറാണ് വണ്ടി കേട്ടോ. ആ സ്റ്റീരിയോ ടച്ച് സ്ക്രീനൊക്കെ നമ്മൾ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ തന്നെ വരുന്നത്. ആണ്. ഇൻബിൽറ്റ് ആണ്. ടയറൊക്കെ ആവറേജ് ടയേഴ്സ്. അലോയ്സ് ആണ്. ടയർ ആവറേജ് ആണ്. ബ്ലാക്ക് കളർ വണ്ടി. എത്ര ചോദ്യം? അതും ഇച്ചിരി പെയിന്റും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കെല്ലാം ചെയ്ത് ഇതൊക്കെ ഇളവിരിക്കുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അത് അഡീഷണൽ കസ്റ്റമർ ചെയ്തേക്കുന്ന കേട്ടോ. അതെല്ലാം ക്ലിയർ ചെയ്തായിരിക്കും തരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 5.25. 5.25. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഈ ബ്ലാക്ക് കളറാണ്. സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇച്ചിരി റീപെയിന്റിംഗ് ഉണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. ഈ ബമ്പറൊക്കെ റീപെയിന്റിംഗ് ആണ്. ബലനയിൽ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ആൽഫ 2021 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ലല്ല. റീപ്ലേസ്മെന്റ് ഇതെല്ലാം വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. കിലോമീറ്റർ എന്തോടി? ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 60,000 കിലോമീറ്റർ. 59 സംതിങ്. 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ടയേഴ്സ് ഒക്കെ കുഴപ്പമില്ല. ടയർ പുതിയതല്ല എങ്കിലും അത്യാവശ്യം ആവറേജ് മേലെയുണ്ട്. ഉണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദ്യം എത്ര? ഇത് 7.55 വരും. 7.55. ഇതിനകത്ത് 1 രൂപയ്ക്കകത്തൊരു എമൗണ്ട് ഒരു 80 രൂപ 85 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് വന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. ഇത് കേട്ടൺ ഓട്ടോമാറ്റിക് ആണേ. നമുക്ക് നേരത്തെ നമ്മൾ വാൻഡർ ഓട്ടോമാറ്റിക് ആയിരുന്നു നേരത്തെ നോക്കിയത്. ഇപ്പോൾ ഇത് കേട്ടൺ ഓട്ടോമാറ്റിക്കാണ്. 2015 മോഡൽ തന്നെയാണ് വണ്ടി. അത് സെക്കൻഡ് ഓണറാണ്. ഇതിനകത്ത് പിന്നെ ഒരു റീപ്ലേസ് എന്ന് പറയാൻ ഒരു ഡോറും ബോണറ്റും റീപ്ലേസ് ആണ്. മേജർ ഇടിയോ കാര്യങ്ങളൊന്നും അല്ല. ഇൻഷുറൻസിലെ ഫുൾ കവർ കിടക്കുമ്പോഴത്തേക്കും ക്ലെയിം ചെയ്ത് മാറുന്നതാണ്. മേജർ ഇടിയോ കാര്യങ്ങളോ അല്ല. ഇടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ തരത്തുള്ളൂ. നീ ബോണറ്റ് ഒന്ന് പൊക്കും. ഇതാകുമ്പോഴത്തേക്കും 62,000 കിലോമീറ്റർ. അകം കണ്ടിട്ട് പറയാം. അത് കാര്യമായിട്ടുള്ള 62,000 കിലോമീറ്റർ നോക്കിയോ. അതെന്ത് ഇടി എന്നാലും വലത് സൈഡും പോയി ഫ്രണ്ട് സൈഡും പോയി എന്നുള്ളത്. അത് ഇടിയെന്ന് വെച്ചാൽ പറഞ്ഞത് മേജർ ഇടിയോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം ബോണറ്റിനകത്തൊരു തേങ്ങ വീണാലും അതാവുമല്ലോ. ശരി, അപ്പോൾ ഡോർ എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. ഇടിയൊന്നും അല്ലല്ലോ. ഇടിയെന്ന് പറഞ്ഞാൽ റീപ്ലേസ് അല്ലേ നമ്മൾ നോക്കുന്നത്. മേജറായിട്ടുള്ള ബാബ്രോൺ സൈഡും കാര്യങ്ങളൊക്കെ അല്ലേ നോക്കുന്നത്. അതൊക്കെയാണ്. അതൊന്നും പറയുന്നില്ല. ഈ ബോണറ്റ് റീപ്ലേസ് ആണ്. ആ ഡോറും റീപ്ലേസ് ആണ്. വേറെ അപാകതകൾ രണ്ടുപേരും അപാകതയാണ്. വേറെ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ കാര്യം പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? ഇത് 3.25 പ്രൈസ് ഇട്ടേക്കുന്നത്. 3.25. അതിനകത്ത് പിന്നെ വർക്കുണ്ട്. വണ്ടി വന്ന കണ്ടീഷന് കിടക്കും. അപ്പോൾ പെയിന്റിംഗ് വർക്ക് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ബമ്പറും ഇതെല്ലാം പെയിന്റിംഗ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ക്ലീനിങ് ഉണ്ട്. പിന്നെ മെക്കാനിക്കലി ആണെങ്കിൽ ഫുൾ വർക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. VX ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറുണ്ടോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം അഡീഷണൽ അല്ല. ഇൻബിൽറ്റ് കമ്പനി വരുന്നതാണ്. ഈ സീറ്റ് ഓർ അഡീഷൻ ചെയ്യുന്നത്. സീറ്റ് ഓർ ഫ്ലോർ മാറ്റൊക്കെ അഡീഷൻ ചെയ്തിരിക്കുന്നത്. ടയർ ഭാഗം അത്യാവശ്യം കിടപ്പുണ്ട്. എങ്കിലും അങ്ങ് ആവറേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഉണ്ട്. ഓടാനുള്ളതുണ്ട്. പിന്നെ ബമ്പർ ഇതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്തെങ്കിലും വർക്ക് ചെയ്യാറുണ്ട്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ 3.25 പ്രൈസ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് ലോൺ കിട്ടുന്നതാണ്. 2015 ആയതുകൊണ്ട് 5 വർഷം ലോൺ കിട്ടും. ഇതൊരു 50 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. ഇത് ഓൾട്ടോ ആയിട്ടാണ്. 2022 മോഡലാണ്. 22 വൈറ്റിനകത്ത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാറണ്ടി വരുന്ന മോഡലാണ്. കിലോമീറ്റർ ഒക്കെ എന്താ അവിടെ? കിലോമീറ്റർ ഇത് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ സ്റ്റീരിങ് കാര്യങ്ങളൊന്നും ഇല്ല. 30,000 കിലോമീറ്റർ. ഇത് LXi അല്ലേ. ഇതിനകത്ത് വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ മാത്രമേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം അഡീഷണൽ ചെയ്യുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സീറ്റ് ഓവറെല്ലാം അഡീഷണൽ ചെയ്യുന്നതാണ്.
സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടില്ല. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്ററേ. 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. വീൽ കപ്പും കാര്യങ്ങളൊക്കെ മാറുവേ. എത്ര ചോദ്യം? ഇത് 3.25. 3.25. ഇതൊരു 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. 5 വർഷം വരെ ലോൺ കിട്ടും. ഓൾട്ടോ തന്നെയാണ്. ഇത് 2019 മോഡൽ. 2019 മോഡൽ. പിന്നെ ഇത് കിലോമീറ്റർ ഇച്ചിരി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഇച്ചിരി ഓടിയിട്ടുണ്ട്. 61 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. സ്റ്റീരിയും കാര്യങ്ങളും ഇല്ല. ഇതും LXI തന്നെയാണ്. സ്റ്റീരിയോ കസ്റ്റമർ ചെയ്തിട്ടില്ല. സോറി, 61 അല്ല 75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയർ മോശമാണ്. ടയർ മോശം. ഇത് ഇച്ചിരി വർക്കുണ്ട്. വണ്ടി വർക്ക് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഇത് 295 നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ ഒരു ഫിക്സഡ് പ്രൈസ് അല്ല. അതിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യും. ഫുൾ വർക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയായിരിക്കും. ഈ ടയറൊക്കെ മാറാറുണ്ട്. ടയറൊക്കെ മാറാം. ടയറെല്ലാം മാറി വൃത്തിയാക്കിയായിരിക്കും വണ്ടി തരുന്നത്. ഇതിനകത്തും ഒരു 40 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് അത്ര എമൗണ്ട് ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. ഇത് ഓൾട്ടോ തന്നെയാണ്. 2012 മോഡലാണ്. 2012 കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഇതെല്ലാം വണ്ടി വന്ന കണ്ടീഷനിൽ കിടക്കുവാണ്. ബോഡി ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ്. ആർക്കും ഈ വൈറ്റ് കളർ കൊണ്ട് ആകുമ്പോഴത്തേക്ക് ചെറിയൊരു അഴുക്കിരുന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നീ നേരത്തെ പറഞ്ഞ കറുപ്പിനകത്തൊന്നല്ലേ? കറുപ്പിനകത്ത് സ്ക്രാച്ച് വരുന്നത്. ഇത് അഴുക്ക് വരുന്നാലേ അഴുക്ക് വന്നാലും പെട്ടെന്ന് വ്യത്യാസം. ബ്ലാക്കിനകത്ത് പറഞ്ഞാൽ ചെറിയ സ്ക്രാച്ച് വന്നാലും അത് പെട്ടെന്ന് അറിയും. അതുപോലല്ല വൈറ്റിനകത്ത് ഈ ചെറിയ അഴുക്ക് കാര്യങ്ങൾ വന്നാലും അത് പെട്ടെന്ന് അറിയാൻ പറ്റും. എടുത്തറിയും. ടയറെല്ലാം മാറും. വർക്കുണ്ട്. വന്ന കണ്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. എല്ലാ ഡിമാൻഡിലും 5 ടയർ മാറിയിട്ട് കൊടുക്കൂ. മാറേണ്ടാണെങ്കിൽ മാറിയല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് മാറാം. അപ്പോൾ അതിനുള്ള കാശ് വാങ്ങിക്കും? ഇല്ല, നമുക്ക് 2.15 പ്രൈസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യും. അടുത്ത വണ്ടി ഡെലിവറി ആവുക. അടുത്ത വണ്ടിയും ഡെലിവറി ആവുക. അപ്പോൾ ഇന്ന് തന്നെ 2 വണ്ടി ഡെലിവറി ആയിട്ടുണ്ട്. വൃത്തിയാക്കി സർവീസൊക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നീറ്റാക്കിയാണ് വണ്ടി തന്നു വിടുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചെന്ന് മാത്രം. നല്ല പുത്തൻ വണ്ടി എങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു ആ രീതിയിൽ തന്നെ സർവീസൊക്കെ ചെയ്ത് നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഡെലിവറി ചെയ്യുന്നത്. കൊള്ളാം. 2010 ഓൾട്ടോയാണ്. നമ്മൾ മറ്റേ ഓൾട്ടോ ആയിട്ടല്ല, പഴയ മോഡൽ ഓൾട്ടോ 2010 മോഡൽ. ഇത് പിന്നെ അടുത്ത വർഷം ടെസ്റ്റ് വരും. പക്ഷേ വണ്ടി 45,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ ബോഡി കാണാൻ ചെറിയ പെയിൻറ്റിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അല്ല റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള 42,000 കിലോമീറ്റർ. 45 അല്ല 42,000 കിലോമീറ്റർ. സീറ്റ് കവർ സാധാ കമ്പനി സീറ്റ് അടിയിലുണ്ട്. ഇത് കമ്പനി ഇതാണ്. കമ്പനി സീറ്റാണിത്. ടയറൊക്കെ കൊള്ളാം. നല്ല ടയേഴ്സാണ്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 1.45. ഫിനാൻസ് കിട്ടത്തില്ല. പക്ഷേ ഇത് 1.45 പ്രൈസ് ഇട്ടേക്കുന്നത്. ചെറിയ ഡിസ്കൗണ്ട് വരും. അതിന് ഡിസ്കൗണ്ട് വരും. 2010 മോഡൽ. 10 മോഡൽ അടുത്ത വർഷം. പിന്നെ ഒരു മാർക്കറ്റ് വിലക്കാട്ടി നമുക്ക് ഇച്ചിരി വില കൂടുതൽ തന്നെയാണ് വണ്ടി. പിന്നെ ഈ ക്വാളിറ്റി വരും. പുതിയ വണ്ടി എക്സ്ചേഞ്ച് വരുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു നോർമൽ വിലക്കാട്ടി ഇച്ചിരി വില കൂട്ടി തന്നെ എടുക്കുന്നത്. അതുപോലെ കൊടുക്കുമ്പോഴും ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് പൊതുവേ ട്രൂ വാലിയിൽ ഇച്ചിരി വില കൂടുതലാണെന്ന് പറയുന്നത്. പിന്നെ വണ്ടി വിശ്വസിച്ചെടുക്കാം. ഈ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണ്. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 100% പറഞ്ഞു തന്നെ തരത്തുള്ളൂ. അപ്പോൾ ഈ കംപ്ലൈൻ്റ് ഉള്ള വണ്ടികളാണെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ കംപ്ലൈൻസ് ഉള്ള വണ്ടികൾ നിങ്ങളപ്പോൾ എടുക്കുന്നുണ്ട്. കംപ്ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഇടി അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അല്ലാതുള്ള എഞ്ചിൻ പണി അങ്ങനെയൊക്കെയുള്ള വന്നാൽ എടുക്കുമോ? എഞ്ചിൻ പണി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം അതാ പറഞ്ഞത്, നമ്മൾ മാരുതി വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഫുൾ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് സ്പെയർ ഉണ്ട്, സർവീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം ലേബറും കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രീ ആണ്. കാരണം നമ്മൾ മാരുതിയുടെ പാർട്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ മാരുതി വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫുൾ നമ്മൾ മെക്കാനിക്കലി വർക്ക് ചെയ്യും. ഇപ്പോൾ എഞ്ചിൻ പണി ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഓൾറെഡി എന്ന് വെച്ചാൽ ഇപ്പം പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളായി കിടക്കുന്ന മിക്ക വണ്ടികളും നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടി നമുക്ക് ഒരിക്കലും എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എഞ്ചിൻ പണിയുള്ളൊരു വണ്ടി വന്നാൽ ആ വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കസ്റ്റമറിന് ഇത് മറിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കസ്റ്റമർക്ക് കാര്യം പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കത്തുള്ളൂ. തീർച്ചയായിട്ടും പറഞ്ഞാൽ കൊടുക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഈ ട്രൂ വാലി എന്ന് പറയുമ്പം നമുക്ക് പുതിയ വണ്ടിക്കുള്ളൊരു സപ്പോർട്ടാണ് ട്രൂ വാലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ട്രൂ വാലി എന്നുള്ളൊരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഡിസൈറാണ് 2015 മോഡൽ. അതിന് മുന്നേ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. നമ്മുടെ ഇവിടുത്തെ സീനിയർ സ്റ്റാഫാണ് റാങ്കോടി ശരി, നമ്മുടെ സീനിയർ സ്റ്റാഫാണ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇട്ട് നമുക്ക് പുള്ളിയുടെ നമ്പർ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പരാതിയും കാര്യങ്ങളും പല കസ്റ്റമേഴ്സും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പുള്ളിയുടെ നമ്പർ കൂടെ വെക്കുന്നുണ്ട്. അത് പുള്ളിയോട് സപ്പോർട്ട് ചെയ്യാനാണല്ലേ? ഏതാ പണി കൊടുക്കാനൊന്നുമല്ല, പുള്ളിയോടെ അറിയട്ടെ കാര്യം. ഇത്രയും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും പുള്ളിയോട് അറിയട്ടെ. അതിന് ഈ മുഖം നോക്കി വെച്ചോ, ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി കാണുന്നതായിരിക്കും. 2015 മോഡൽ ഡിസൈറാണ്. പെട്രോളാണ്, VXI. ഇത് കിലോമീറ്റർ വരുമ്പോൾ 70,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? കിലോമീറ്റർ 70,000 കിലോമീറ്റർ.
സെക്കൻഡ് ഓണറാണ്. VXA ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം വരുന്നതാണ്. ഇമിൽറ്റ് തന്നെ വരുന്നതാണ്. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ് അത് അഡീഷണൽ മാത്രം അഡീഷണൽ കസ്റ്റമർ ചെയ്തിരിക്കുന്നത്. ടയേഴ്സൊക്കെ നല്ലപോലെ ഉണ്ടല്ലേ? ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ല, കിടപ്പുണ്ട്. ടയറൊക്കെ നല്ല ടയറാണ്. വേറെ അപാകതകളൊന്നും നോക്കി കാണുന്നില്ല. ഇത് പെട്രോളോ ഡീസലാ? പെട്രോൾ. നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് 4.25 4.25 പെട്രോളാണ്. ഡിസൈർ അല്ലേ, 4.25. ഇതും ഈ ഒരു 4 രൂപ അടുപ്പിച്ച് നമുക്ക് ലോൺ കിട്ടും, ഫിനാൻസ് ചെയ്യാം. 75 രൂപ ഇറങ്ങും അല്ലേ? 5 വർഷത്തേക്ക് ലോൺ കിട്ടും. ഇതും ഡിസൈർ തന്നെയാണ്, പെട്രോൾ വണ്ടി തന്നെയാണ്. 2016 മോഡൽ, 16 VXA തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ. നമുക്ക് കിലോമീറ്റർ 75,000 കിലോമീറ്റർ ആണ്. 75,000 കിലോമീറ്റർ. ഇതും സെക്കൻഡ് ഓണർ തന്നെയാണ്. ഇത് പ്രൈസ് വരുമ്പോൾ 4.85. അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ തരത്തുള്ളൂ. വണ്ടി വന്ന് നോക്കുമ്പോൾ ആ സമയത്ത് പറഞ്ഞു തന്നെ തരത്തുള്ളൂ. ഇപ്പം വന്ന വണ്ടികളാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നോക്കിയിട്ടില്ല. ഞാൻ കസ്റ്റമറേയും കാണിച്ചിട്ടില്ല ഈ വണ്ടി. അങ്ങനെ ടയർ വണ്ടി വന്നതേ ഉള്ളൂ. 5 ഇത് 4.85. ഇതും ഈ പറഞ്ഞ 4 രൂപയോളം നല്ല ലോൺ കിട്ടുന്നതാണ്, ഫിനാൻസ് ചെയ്യാം നമുക്ക്. ഇതും ഡിസൈർ തന്നെയാണ്. 2014 മോഡലാണ്. ഡീസലാണ് ഇത്. ഇത്തവണ ഇവിടെ കിടക്കുന്ന മൊത്തം മാരുതിയുടെ വണ്ടിയുള്ളോ? കൂടുതൽ മാരുതി വണ്ടി, അതർ ബ്രാൻഡ് വണ്ടികളുണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 75,000 കിലോമീറ്റർ. ഇതും സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. ഡീസലാണെന്നേ ഉള്ളൂ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഡീസലാ? ഡീസലാണ്. മൈലേജ് ഒക്കെ എങ്ങനെ? 2014 മൈലേജ്. 20 മൈലേജ് എന്തായാലും കൺഫേം കിട്ടും. 20 കുറേ എന്തായാലും കസ്റ്റമർ കിട്ടും. നല്ല ടയേഴ്സും ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 460. ഏതായിരുന്നു വർഷം? 2014 ഡീസലാണ് വണ്ടി. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി വണ്ടി തരത്തുള്ളൂ. 13 മോഡൽ SR ആട്ടോ. 2013 മോഡലാണ്. കിലോമീറ്റർ 60-നകത്ത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. സോറി, 67 വരും. 68,000 കിലോമീറ്റർ. ഓണർ സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. പിന്നെ അത് 2 ഡോർ റീപ്ലേസ് ഉണ്ട് കേട്ടോ. ആ സൈഡാ? 2 ഡോർ റീപ്ലേസ് ഉണ്ട്. ആ സൈഡാന്ന് തോന്നുന്നു, ഈ ആ സൈഡായിരിക്കും. ടയേഴ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഈ ഡോറാണ്. ഈ 2 ഡോർ റീപ്ലേസ് ആട്ടോ. ഇടിച്ചിട്ടുണ്ട്. റീപ്ലേസ് ആട്ടോ 2 ഡോർ. ഓക്കെ, ഡോർ റീപ്ലേസ്. വേറെ അകത്തോട്ട് കയറിയിട്ടില്ല? ഇല്ല, വേറെ മേജറായിട്ടുള്ള തട്ടോ അങ്ങനൊന്നുമില്ല. ഇത് പ്രൈസ് വരുമ്പോൾ 2.15 വരും. 2013 മോഡൽ. അതർ ബ്രാൻഡ് വണ്ടിയാണ്, മാരുതി വണ്ടിയല്ല. ഇത് ഇയോൺ 2017 മോഡൽ. എന്താ നിനക്കൊരു വിഷമം അത് പറയാൻ? ഇത്രയും നേരം മാരുതി വണ്ടി തന്നെയല്ലേ കാണിച്ചത്? അല്ല, വിഷമം കാര്യത്തിൻ്റെ അല്ല. ഇതിപ്പം അത് വേറെ മെക്കാനിക്സ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പ്രസന്റ് കണ്ടീഷൻ ആയിരിക്കും. പിന്നെ പെയിന്റിംഗ് വർക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. അത്രേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് 260. 2017 മോഡൽ. 260. ഇതും മാക്സിമം ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 40 രൂപ 45 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. 5 വർഷം വരെ ലോൺ കിട്ടും. ടയേഴ്സൊക്കെ ഉണ്ടല്ലേ? ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 60,000 കിലോ. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ. പിന്നെ സ്റ്റീരിയോ ഒക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്നത്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. NSTലോ ആണ്. 2010 മോഡൽ. 2010 വരുമ്പോൾ അടുത്ത വർഷം ടെസ്റ്റ് ഉണ്ട്. പിന്നെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.11 ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞ്. 1 ലക്ഷം കഴിഞ്ഞ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് VXA ആണ് കേട്ടോ വണ്ടി. 4 പവറിൻ്റെ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ അഡീഷൻ ചെയ്യുന്നത്. സ്റ്റീരിയോ സീറ്റ് പറഞ്ഞ അഡീഷൻ ചെയ്യുന്നത്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 1.45. ഈ വണ്ടിയുടെ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാലേ ഇതിന് ഈ അക്സസറീസ് കിട്ടാൻ പാടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാർട്സ് ആണോ ഉദ്ദേശിക്കുന്നത്? പാർട്സ് മീൻസ് അപ്പം നമുക്ക് കമ്പനി ഉണ്ടല്ലോ, കമ്പനി നിർത്തുമ്പോഴത്തേക്കല്ലേ പാർട്സിന് ബുദ്ധിമുട്ട് വരുത്തുള്ളൂ. സാധനം കിട്ടുമോ ചെയ്യും ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ മാരുതി ഏറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നേ നിർത്തിയതാണ്. ഇപ്പോഴും പാർട്സ് ഇല്ല. പിന്നെ മാരുതിയുടെ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് വേണ്ടല്ലോ. ഇപ്പോൾ പുറത്ത് വർക്കേഴ്സും സ്പെയറും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ അവൈലബിൾ അല്ലേ. ഇവിടെ തന്നെ സർവീസ് വേണമെന്നില്ല. പ്രത്യേകം പണിക്കാരും കാര്യങ്ങളെല്ലാം പുറത്തുണ്ടല്ലോ. നെഗറ്റീവ് പറയാൻ സമ്മതിക്കരുത്. ഇല്ല, സമ്മതിക്കത്തില്ലല്ലോ. കാര്യം കണക്ക് പറയട്ടെ നമുക്ക്. മാരുതിയുടെ പാർട്സിന് ആർക്കാ ബുദ്ധിമുട്ട് വരുന്നത്? ചൂടാവാടേ കാര്യം പറഞ്ഞല്ലേ. ഇതിനകത്ത് എന്ത് ചൂടാ മനസ്സിലാൻ വേണ്ടി ചോദിച്ചത് കാര്യം പറഞ്ഞല്ലേ. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ തന്നെ. ഇനി ഒരു മേള എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞോ. നമുക്കൊരു മേള, ഈ മാസം ഒരു മേള വരുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 22, 23, 24, 25 4 ദിവസം ഒരു മേള വരുന്നുണ്ട്. നമ്മൾ ആശ്രമ മൈതാനത്ത് വെച്ചാണ് മേള വരുന്നത്. അതുപോലെ നമ്മളെ എല്ലാ ബ്രാഞ്ചിലെ വണ്ടികളും വരുന്നുണ്ട്. ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ കൊട്ടാരക്കര, മാടനട, പിന്നെ മേവറ, എല്ലാ ബ്രാഞ്ചിലെ വണ്ടികളും വരുന്നുണ്ട്. അപ്പം എത്ര വണ്ടികളെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം 21-ാം തീയതി വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യത്തുള്ളൂ. ആശ്രമ മൈതാനത്ത് വെച്ചാണ് വരുന്നത്. അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പറുണ്ട്. പുള്ളി ആ നമ്പർ വിളിച്ചിരുന്നാൽ മതി, കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. വണ്ടികളുടെ വീഡിയോ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം
ക്വാളിറ്റി വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചു തന്നത്. 1-2 വണ്ടികളുടെ അപാകതകൾ ഒഴിച്ചാൽ വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരുന്നു. പിന്നെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി പറയുക. പിന്നെ ഈ വണ്ടികളൊക്കെ തന്നെ അല്ലേ മേളയിലും വരുന്നത്? ഇടയ്ക്ക് വരുന്ന വെച്ചാൽ നമുക്ക് 22-ാം തീയതി അല്ലേ ഇപ്പം ഇതിപ്പോൾ ഇപ്പം ഈ കർക്കിടകം കഴിയുമ്പോഴത്തേക്ക് വണ്ടികൾ കയറി തുടങ്ങും. അപ്പം പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന കൂടുതലും ഈ ചിങ്ങത്തിലേക്ക് എടുക്കാൻ നിൽക്കുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്ന വണ്ടികളും കാണും. ഈ ഒരു വണ്ടിയിൽ കണ്ടോ ഇതിപ്പം ഡെയിലി നമുക്ക് കസ്റ്റമറെ കാണിക്കുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ ബ്രാഞ്ചുകളിലെ വണ്ടിയും വരുന്നത്. കൊട്ടാരക്കര പിന്നെ ട്രോണ്ടം നമ്മൾ സ്റ്റോക്ക് വരുന്നുണ്ട്, അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ ചിങ്ങം തൊട്ടാകുമ്പോൾ വണ്ടികൾ കയറി തുടങ്ങും. ആ വണ്ടികളും എല്ലാം മേളയ്ക്ക് വരും. അതാണ് ഇപ്പം നമുക്ക് എത്ര വണ്ടികളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. വണ്ടികൾ ഇനിയിപ്പോൾ കയറത്തത്. അപ്പോൾ ഒരു ഹ്യൂജ് മേളയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഓണം സെയിലും കൂടിയാണ്. അപ്പം എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും മേളയിൽ വന്ന് പങ്കെടുക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.